റഷ്യയിൽ വീണ്ടും വൻ ഭൂകമ്പം. കാംചത്ക മേഖലയിലെ കിഴക്കൻ തീരത്തിന് സമീപം ശനിയാഴ്ചയാണ് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായത്. US ജിയോളജിക്കൽ സർവേയാണ് ഭൂകമ്പത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പസഫിക് സമുദ്രത്തിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ട അതേ പ്രദേശത്താണ് ഇത്തവണയും ഭൂകമ്പം ഉണ്ടായത്. ഭൂകമ്പത്തെ തുടർന്ന് പസഫിക്കിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജൂലൈയിൽ ഈ മേഖലയുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് കിഴക്കൻ റഷ്യയിലുടനീളം തീവ്രമായ ഭൂചലനങ്ങളുണ്ടായിരുന്നു. അന്ന് ജപ്പാനും അമേരിക്കയും അടക്കം നിരവധി പസഫിക് ദ്വീപ് രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭൂകമ്പ സാധ്യതകളുടെ നീണ്ട ചരിത്രമുള്ള പ്രദേശമായ കാംചത്ക ഉപദ്വീപിനടുത്തായിരുന്നു അന്ന് ഭൂകമ്പത്തിൻ്റെ പ്രഭവകേന്ദ്രം. വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാംചത്ക ഉപദ്വീപ്. പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് കാംചത്ക സ്ഥിതി ചെയ്യുന്നത്. ഈ വർഷം ജൂലൈ ആദ്യം പെട്രോപ്രാവ്ലോവ്സ്ക് കാംചത്കിയിൽ നിന്ന് 144 കിലോമീറ്റർ അകലെ 7.4 തീവ്രതയുള്ള ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു. ഇതുൾപ്പെടെ 5 പ്രധാന തീരദേശ ഭൂകമ്പങ്ങൾ ഈ മേഖലയിൽ അനുഭവപ്പെട്ടു. 1900 മുതൽ 8.3 തീവ്രത രേഖപ്പെടുത്തിയ 7 ഭൂകമ്പങ്ങൾ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. 1952 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായെങ്കിലും അന്ന് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല.